പരം ശാന്തി മാ ബാബജിക്ക കോടിക്കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് വിഷ്ണുപുരി എന്താണെന്ന് നമ്മൾക്കൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിക്കളയാം. വിഷ്ണുപുരി എന്താണെന്ന് വെച്ചാൽ പാല് പോലത്തെ ഒരു ക്ഷീരസാഗരമാണ് വിഷ്ണുപുരി. അവയെ നമ്മൾ വൈകുണ്ഠം എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ കൂടെ ലക്ഷ്മിയും അന്യ ദിവ്യ ആത്മാക്കളും ഇവിടെ വസിക്കുന്നുണ്ട്. വൈകുണ്ഠത്തിൽ ഉള്ള എല്ലാ പ്രാണിയും ദിവ്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് വിഷ്ണുപുരിയിൽ പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണുപുരി ചിലവർക്ക് വിഷ്ണുപുരി ആയിരിക്കാം, ചിലപ്പോൾ ശിവപുരിയിലായിരിക്കാം പോകണം എന്ന് പറയുന്നത്. ചിലവർക്ക് ദേവീ ദേവത സ്വർഗത്തിലായിരിക്കണം പോകണം എന്ന് പറയുന്നത്. അങ്ങനെ പലവർക്കും പല ലോകത്തിലോട്ടും പോകണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ മേൽ എത്ര ലോകമുണ്ട്, താഴെ എത്ര ലോകമുണ്ട്, ഇവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. വിഷ്ണു ലോകത്തിൻ വായുമണ്ഡലം 50% പരം തത്വമാണ്. അതായത് പരം ആകാശ്, പരം വായു, പിന്നെ പരം അഗ്നി. 50% അവിടെ പരം സുഖത്തിൻ്റെ അനുഭവമാണ് ഉള്ളത്. 3 തത്വവും പരം തത്വവും 50% ആണ് ഉള്ളത്. അങ്ങനെ 100% ആണ് വിഷ്ണുപുരിയിൽ ഉള്ളത്. പക്ഷേ ബ്രഹ്മപുരിയിലോ അതിന് താഴത്തെ ലോകത്തിലോ ഈ സുഖം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എത്രയധികം ഒരുപാട് കാലം തപസ്സിരുന്നാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് വിഷ്ണുപുരിയിൽ എത്തിപ്പെടുന്നത്. അല്ലാതിരുന്നാൽ താഴെ തട്ടിൽ തന്നെ അവർക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. അത്ര കഠിനമാണ് ഈ ലോകത്തിലെല്ലാം എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അതിന് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ജ്ഞാൻ, യോഗ, സേവാധാരണ ഇവ അഭ്യസിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവ അഭ്യസിച്ചാൽ മാത്രമാണ് ഈ പരം സുഖത്തിലും പരമാനന്ദത്തിലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴേ പുരുഷാർത്ഥം ചെയ്താൽ നിങ്ങൾക്ക് ആ ദിവ്യലോകത്തോട്ട് എത്തിപ്പെടാൻ സാധിക്കും. അന്തുമതി സോഗതി. നിങ്ങൾ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ അവസാനത്തിൽ എന്താണോ ചിന്തിക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, അവിടേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോകും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ വളരെ കുറ്റങ്ങളെല്ലാം ഇപ്പം ചെയ്ത് മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഭഗവാന്റെ കൂടെ പോകണം എന്ന് ഞാൻ പറയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ നടക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ചിന്ത വരികയില്ല. കാരണം നിങ്ങൾ ഇത്ര നാളും ആരെയൊക്കെ ദുഷ്ടചിന്തകൾ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ടോ അവരുടെ ചിന്ത നിങ്ങളിൽ വരും. നിങ്ങൾ കരയാൻ തുടങ്ങും, അവരിൻ്റെ അടുത്ത് മാപ്പ് അപേക്ഷിക്കാൻ തുടങ്ങും. പക്ഷേ ഈ ചിന്ത നിങ്ങളിൽ വരികയില്ല. അതിനാണ് പറയുന്നത്, നിത്യകർമ്മയോഗിയായി ജ്ഞാൻയോഗ സേവാധാരണ നിത്യവും ചെയ്ത് നിങ്ങൾ ആ ലോകത്തോട്ടേക്ക് പോകണം. മരണം വരെ നിങ്ങൾ ഉപാസിക്കണം. ഗൃഹസ്ഥാശ്രമം എല്ലാത്തിനും വലിയ ആശ്രമമാണ്. വേറെ ഒരു ആശ്രമത്തിലോ ഒരു കാട്ടിലോ മേടിലോ ഒന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ വിഷ്ണുപുരിയിലോ ശിവപുരിയിലോ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് പോകാം. പക്ഷേ നിങ്ങൾ നിത്യകർമ്മയോഗിയായി ആ ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് ആ വഴിയിലൂടെ പോയാൽ ആ പരം ചൈതന്യത്തെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ പവർ ഭഗവാൻ ഒരിക്കലും മനുഷ്യരോട് ദുഃഖം ചേഷ്ട കാണിക്കുകയില്ല. കാരണം പറഞ്ഞാൽ അവരെല്ലാവരും അവരുടെ മക്കളാണ്.
കാരണം ആ മക്കളിന് ഒരിക്കലും ദേഷ്യം പ്രകടിപ്പിക്കില്ല, സ്നേഹം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. അവർക്ക് നിങ്ങളുടെ ഉള്ളിൽ പവർ ഇറക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തെന്നാൽ നിങ്ങളുടെ ഓറ ദുഷ്ട ഓറയായിരിക്കും. ആ നിങ്ങളുടെ ശരീരം തയ്യാറാകില്ല ഭഗവാന്റെ പവർ സ്വീകരിക്കാൻ. അപ്പോൾ എന്തു ചെയ്യും? ഓറ ഡൈലൂട്ടാക്കും വായുമണ്ഡലത്തിലേക്ക്. ഭഗവാന്റെ പവറിനെ ഡൈലൂട്ടാക്കും. അത് ആകാശ് വായു ആയിട്ട് പരിണമിച്ച് ഓറയിൽ വായുമണ്ഡലത്തിൽ ലയിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഭഗവാൻ എല്ലാവർക്കും പവർ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ പരംഗതി പ്രാപിക്കട്ടെ പറഞ്ഞിട്ട് ഭഗവാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർ തയ്യാറില്ല ആ പവർ ഏറ്റുവാങ്ങാൻ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്തുന്നതിന് മുമ്പ് അതിനെ ഡൈലൂട്ടാക്കും. അത് ആകാശത്ത് അഗ്നിയായി വായുമണ്ഡലത്തേക്ക് വിസർജനം ചെയ്യും. ഇതാണ് നടക്കുന്നത്. വിഷ്ണുപുരിയിൽ അധികവും രാക്ഷസന്മാർ പ്രവേശിക്കുകയില്ല. ആത്മാക്കൾ അവരുടെ ജീവിതത്തിൽ വിഷ്ണുവിനെ നിരന്തരം ഉപാസന ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിരന്തരം ഉപാസന ചെയ്യുന്നവർക്ക് വിഷ്ണുപുരിയെ പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ. വിഷ്ണുപുരിയിൽ ഒരു ഗോലയിൽ ശ്രീകൃഷ്ണൻ ഒരു രൂപമുണ്ട്. വിഷ്ണുപുരിയിൽ ഇവരുടെ ഒരു രൂപമുണ്ട്. ഇവിടെ രാസലീലകൾ ഉണ്ടാകുന്നു. പല തരത്തിലുള്ള ഗോപികമാരുടെ ഡാൻസ് ഉണ്ടാകുന്നു. അങ്ങനെ പല തരത്തിലുള്ള ഡാൻസും ഇവിടെ നടക്കുന്നുണ്ട്. വിഷ്ണുവിനെ ധ്യാനിക്കുന്നവർ വിഷ്ണുപുരിയിൽ എത്തിയാൽ പരം സുഖത്തെ പ്രാപിക്കും. വിഷ്ണുപുരിയെ കാരൺ ജഗത്തും എന്നും പറയുന്നുണ്ട്. ഇവിടെ 50% പരംതത്വം, 50% മൂന്ന് തത്വം, ഇവയാണ് വിഷ്ണുപുരിയിൽ ഉള്ളത്. വിഷ്ണുപുരി രജോപ്രധാൻ ആണ്. സത്വപ്രധാനല്ല, തമോപ്രധാനല്ല, രജോപ്രധാനാണ്. ഇടയിലുള്ള ഇതാണ് വിഷ്ണുപുരി. ഇവിടെ ഫരിഷ്ത രൂപം ആണ് ഉള്ളത്. ദേവീദേവതയല്ല. ദേവീദേവത വേറെ, ഫരിഷ്ത വേറെ. ദേവീദേവയ്ക്ക് പവർ കമ്മിയാണ്, ഫരിഷ്തയ്ക്ക് പവർ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് തപസ് ചെയ്യൂ, ജ്ഞാൻ യോഗ സേവ ധാരണ ചെയ്ത് യോഗ ചെയ്ത് ആ പരമാത്മയെ കണക്ട് ചെയ്യൂ. നിങ്ങൾക്ക് ആരെയാണോ ഏത് ഭഗവാനെയാണോ വേണ്ടത് അവരെ നിത്യവും പ്രാർത്ഥിക്കുക, നിത്യവും യോഗ ചെയ്യുക, കണക്റ്റ് ആകുക. പവർ വന്ന് നിങ്ങളുടെ ക്രിയേറ്ററിൻ്റെ അവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടുത്തെ കാറ്റ് തന്നെ, ഇവിടുത്തെ സുഗന്ധം ഉള്ള വായുമണ്ഡലമാണ്. മധുര സംഗീതത്തിൻ്റെ തരംഗം കൊണ്ടാണ് ഇവിടെ വായുമണ്ഡലം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ സെല്ലിലും മധുര ശീതയുടെ അനുഭൂതി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇവിടുത്തെ വാതാവരണം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവ കൊണ്ടാണ് ഇവിടുത്തെ വാതാവരണം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ സെൻറ്റ് പൂശേണ്ട ആവശ്യമില്ല, ഒരു സംഗീതം കേൾക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഇവിടുത്തെ വായുമണ്ഡലത്തിൽ തന്നെ മധുര സംഗീതം, നിങ്ങൾക്ക് ഒരു സെന്റിനും കിട്ടാത്ത സുഗന്ധമാണ് അവിടുത്തെ സുഗന്ധം. വിഷ്ണു ലോകത്തിൽ ഇരിക്കുന്ന ആത്മാക്കൾക്ക് ഭൂമിയിൽ എന്താണ് ഉണ്ടാകുക എന്ന് അറിയാൻ സാധിക്കും. ഇവിടെ കാരൺ ജഗത്ത് ആത്മാക്കൾ, സൂക്ഷ്മജഗത്ത് ആത്മാക്കൾക്ക് ദിശ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ വരുന്ന ആത്മാക്കൾക്ക് ഇവിടെ ദിശ പറഞ്ഞു കൊടുക്കും. കാരണം പറഞ്ഞാൽ ഇതിന് ശിവപുരിയിലേക്ക് പോകണമെങ്കിൽ, പരംധാമിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് എങ്ങനെയാണ് മാർഗം, ഇവിടെ ദിശ പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണ് അതിൻ്റെ വിധി പ്രകാരം പോകാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം പറഞ്ഞു കൊടുക്കും. ഇവിടെ വിഷ്ണുപുരിയിൽ വന്നാൽ ഒരു ആത്മ വിഷ്ണുപുരി എത്തിക്കഴിഞ്ഞാൽ ആ ആത്മാ ശിവപുരിയിലെ ക്രിയേറ്ററാണെങ്കിൽ ശിവപുരി വരെ പോകാം. പക്ഷേ വിഷ്ണുപുരിയിലെ ആത്മാക്കൾക്ക് ശിവപുരിയിലേക്ക് പോകാൻ സാധ്യമല്ല. അതാണ് വലിയ ഒരു കാര്യം. ആരാണോ വിഷ്ണുപുരിയിൽ ഉള്ളത്, ആരാണോ പരംധാമിൽ ഉള്ളത്, അവർക്ക് അവരുടെ ക്രിയേറ്ററിൽ ലയിക്കാം. കാരണം അവിടുത്തെ റെക്കോർഡ് ഇവരുടെ ആത്മീയയിൽ ഉണ്ട്. ഒരാൾക്ക് ബ്രഹ്മപുരി വരെ പോകണമെങ്കിൽ, അതായത് ആകാശതത്വം,
അവിടെയുള്ള ആൾക്ക് വിഷ്ണുപുരി വരെ പോകണമെങ്കിൽ സാധ്യമല്ല. പക്ഷേ വിഷ്ണുപുരിയിലുള്ള ആൾ ബ്രഹ്മപുരിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് വിഷ്ണുപുരിയിലോട്ട് പോകാം. പക്ഷേ ബ്രഹ്മലോകത്തെ ആൾക്കാർക്ക് വിഷ്ണുപുരി വരെ പോകാൻ സാധ്യമല്ല. അതുപോലെയാണ് ശിവപുരിയിലേക്കും. ശിവപുരിയിലുള്ള ആൾക്കാർക്ക് വിഷ്ണുപുരിയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള ജ്ഞാനം വിഷ്ണുപുരിയിലെ ദിവ്യാത്മാക്കൾ പകർന്ന് നൽകും. അതുപ്രകാരമാണ് പടിപ്പടിയായിട്ടാണ്, ഓരോരോ ലെയർ ആയിട്ടാണ്, സ്റ്റെപ്പായിട്ടാണ് ഓരോരോ ബ്രഹ്മാണ്ടത്തിലും ഓരോരോ ഡൈമെൻഷനിലും ആത്മാക്കൾ പോയി എത്തുന്നത്. നമ്മുടെ ഇവിടുത്തെ ബോഡിയല്ല അവിടുത്തെ. നിങ്ങൾ ഏത് ഡയമെൻഷനിലാണ് പോകുന്നത്, അവിടുത്തെ ഊർജ്ജം എന്താണ്, വായുമണ്ഡലം എന്താണ്, വായു ഉണ്ടോ, അത് കാർബൺ ഡൈ ഓക്സൈഡാണോ, നിങ്ങളുടെ ആ ബോഡി അതുമായിട്ട് ഇഴുകിച്ചേരുന്നു. ഇതാണ് നടക്കുന്നത്. ഇനി അടുത്ത ദിവസം ശിവപുരി എന്താണ് എന്ന്, പരംധാം എന്താണെന്ന് നോക്കാം. ബേഹദ് കി പരം ശാന്തി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.